സെർവർ തകരാർ മൂലം തപാൽ സേവനങ്ങൾ രാജ്യവ്യാപകമായി തടസ്സപ്പെടുന്നു. തപാൽ വകുപ്പ് പുതിയ സെർവറിലേക്ക് മാറുന്ന പശ്ചാത്തലത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണം. വിവിധ സേവനങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകളിലെത്തിയ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും വലഞ്ഞു. ഇന്നലെയും ഇന്നുമായാണ് തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ രാജ്യവ്യാപകമായി തടസ്സപ്പെട്ടത്. പാഴ്സലുകൾ, സ്പീഡ് പോസ്റ്റുകൾ, രജിസ്ട്രേഡുകൾ, സർക്കാർ തപാൽ ഉരുപ്പടികൾ, പരീക്ഷാ പാഴ്സലുകൾ, ബുക്കിംഗുകൾ തുടങ്ങി തപാൽ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്യുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഓഫീസിൽ നിന്ന് വരെയാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഇവിടെ വന്ന് വെറുതെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഈ ആഴ്ച പോകേണ്ട ലെറ്ററൊക്കെയാണ് ഇവർ കയറി ഇറങ്ങി ഒരു പതിവായി. ഇത് എന്ത് മോഡിഫിക്കേഷൻ്റെ ഭാഗമായിരുന്നാലും ശരി, ഇതൊക്കെ ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടിക്കലാണ് എന്നാണ് പറയാനുള്ളത്. തപാൽ വകുപ്പ് നിലവിൽ ഉപയോഗിച്ചിരുന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ സാപ് സെർവറിന്റെ കാലാവധി സെപ്റ്റംബറിൽ പൂർത്തിയാകും. തപാൽ വകുപ്പ് തന്നെ രൂപകൽപ്പന ചെയ്ത അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി സെർവറിലേക്ക് സംവിധാനങ്ങൾ മാറുന്ന നടപടി പുരോഗമിക്കുകയാണ്. ജൂലൈ 22 മുതൽ APT സെർവർ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ മുതലാണ് രാജ്യവ്യാപകമായി പരീക്ഷിച്ചു തുടങ്ങിയത്. ബാക്കപ്പ് ഇല്ലാത്തതിനാൽ അനിയന്ത്രിതമായ ലോഡ് സെർവറിന് താങ്ങാൻ കഴിയാത്തതാണ് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കാരണം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.